പിന്നെ നമ്മുടെ ഈ ഓമല്ലൂർ വലിവാണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രത്തെ പറ്റിയൊന്ന്. ഏകദേശം 700 വർഷങ്ങളുടെ പഴക്കം കണക്കാക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രൗഢഗംഭീരമായ കാർഷിക വിപണന സംസ്കൃതിയുടെ ഭാഗമാണ് ഓമല്ലൂർ വയൽവാണിഭം. ഓമല്ലൂർ വയൽവാണിഭത്തെ പറ്റിയുള്ള ചരിത്രം പറയുന്നത്, കൊല്ലം ജില്ലയിലെ വെളിനെല്ലൂർ തെക്കേ വയലിൽ ഒരു വലിയ വയൽവാണിഭം അല്ലെങ്കിൽ കാളവാണിഭം ഉണ്ടായിരുന്നു. ആ വാണിഭ സ്ഥലത്ത് നിന്നും ഒരു കാളക്കൂറ്റൻ കുറ്റിയോടുകൂടി കയറ് പൊട്ടിച്ച് ഓടി വരികയും അത് ഓമല്ലൂരിലെ നമ്മുടെ ഇപ്പോൾ ഈ ദീപം സ്ഥാപിച്ച ഈ തെക്കേ വയലിൽ ഇവിടെ വന്ന് മേഞ്ഞു നടക്കുകയും ആരോഗ്യ ദൃഢഗാത്രൻ മാത്രമല്ല, അക്കാലങ്ങളിൽ ഈ കാളയ്ക്ക് കൊമ്പുടികൾ, തോൽവാർ മുത്ത്, കിങ്ങിണി ഇതൊക്കെ വെച്ചുകൊണ്ട് കാളകളെ ഒരുക്കി അങ്ങനെ മത്സര കാളകളായി പിന്നെ അണിഞ്ഞൊരുക്കുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ അണിഞ്ഞൊരുക്കിയ കാളയാണ് ഇവിടെ വന്നത് എന്ന് കണ്ട് ഇവിടുത്തെ കർഷകരൊക്കെ പരിഭ്രാന്തരായപ്പോൾ ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു കർഷകൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ആ കാളയെ ഇവിടെ ഈ പാലമര ചോട്ടില്, ഇപ്പോൾ പാലമര നശിച്ചു പോയിരിക്കുന്നു കാലാന്തരത്തിൽ, എങ്കിൽ പോലും ഇവിടെയായിരുന്നു പാലമരം നിന്നത്. ഈ പാലമരച്ചോട്ടിൽ അതിനെ ബന്ധിച്ചു, ആ കുറ്റി ഇവിടെ തറച്ചു, ആ കുറ്റി പിന്നെ വളർന്ന് ഒരു പാലയായി മാറി എന്നതാണ് ഇതിൻ്റെ ചരിത്രം. എന്തായാലും അന്ന് മുതൽ ഓമല്ലൂരിൽ വയൽവാണിഭമുണ്ട്. കാളവാണിഭമായിട്ടാണ് ആദ്യം അറിയപ്പെട്ടതെങ്കിലും പിന്നെ ഇപ്പോൾ കാർഷിക സംസ്കൃതിയുടെ എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. പിന്നെ ഉപകരണങ്ങൾ, പിന്നെ വലിയ വിത്ത് വകകൾ, എല്ലാ സാധനങ്ങളും ഒരു വിക്രയത്തിൻ്റെ വലിയൊരു വാണിജ്യ വ്യാപാര കേന്ദ്രമായും ഇപ്പോൾ കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു സംസ്കാരമായി അല്ലെങ്കിൽ ഒരു സാംസ്കാരിക തനിമയോടുകൂടി നടത്തുന്ന ഒരു വലിയ ആഘോഷമായി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഈ വർഷവും മുൻപതിവ് പോലെ തന്നെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികളോടുകൂടിയാണ് വയൽവാണിഭം ഇവിടെ കൊണ്ടാടുന്നത്. വയൽവാണിഭത്തിൻ്റെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളെ പറ്റി നമ്മുടെ ആരാധ്യയായ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ആതിര സംസാരിക്കും. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പുതിയ അനുഭവമായിരിക്കുമല്ലോ. മുമ്പ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നിരുന്നാലും അപ്പൊ എന്താണ് അതേപ്പറ്റി പറയാനുള്ളത്? അതിന് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ വെളിനെല്ലൂർ അതുപോലെ ഒരു ഇത്രയും നല്ല സ്വീകരണത്തിൽ അവര് നമ്മളെ ഓരോരുത്തരെയും സ്വീകരിക്കുകയും നമ്മളുടെ കൂടെ ഒരു 4 മണിക്കൂറോളം നമ്മുടെ കൂടെ അവർ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനൊക്കെ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം പിന്നെ ഇതുപോലൊരു പുണ്യനിമിഷം എനിക്ക് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഓമല്ലൂർ അമ്പലത്തിലും ഇത് ദീപശിഖ കയറാൻ പറ്റി. അതിലും ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ അത് സാധിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. സാറേ, അപ്പം നമ്മൾ ഈ ഇപ്പം കാർഷിക വൃത്തിയൊക്കെ കുറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ പുതുതലമുറയൊന്നും അങ്ങ് ആ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നില്ല. നമ്മുടെ ഓമല്ലൂരിൻ്റെ എൻ്റെ ഒരു ചെറുപ്പത്തിൽ തന്നെ വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഈ റോഡ് സൈഡ് അങ്ങ് വരെ നിറഞ്ഞ കാർഷിക വിളകളും കന്നുകാലികളും അതുപോലെ ഒരുപാട് ഗൃഹോപകരണങ്ങളൊക്കെ വരുന്ന ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ഇനി ഈ തനിമയും ഈ പാരമ്പര്യമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു ആവശ്യകതയാണ്. നമ്മുടെ സംസ്കാരത്തെ വിളിച്ചോതുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലെ പുതുതലമുറയ്ക്ക് നമ്മൾ കൈമാറണം. അപ്പം നമുക്ക് എന്ത് മാറ്റം ഇതിലേക്ക് കൊണ്ടുവരാൻ, ഇതിനെ ഒന്ന് ആക്റ്റീവായിട്ട് നിർത്താൻ അപ്പം എന്ത് നമ്മൾ ഈ മേഖലയിൽ ചെയ്യാൻ പറ്റും? ഇപ്പോൾ കാർഷിക വൃത്തിയിലേക്ക് നമുക്ക് തിരിച്ചു പോക്കൊക്കെ വലിയ പ്രയാസമായിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണത്. അപ്പം അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ സാറിന് നിർദ്ദേശിക്കാനോ പറയാൻ? ഇപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇതിൻ്റെ വയൽവാണിഭത്തിൻ്റെ സംഘാടക സമിതിക്ക് ഈ വയൽവാണിഭം ഓരോ വർഷവും സംഘടിപ്പിക്കുക എന്ന ഒരു ദൗത്യം മാത്രമാണ്. ഇദ്ദേഹം സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇനിയും ഇത് നൂറ്റാണ്ടുകളോളം നിന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി എന്താണ് ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. അതിനെനിക്ക് തോന്നുന്നു ഒരു 5 കൊല്ലം മുമ്പ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള പ്രിയപ്പെട്ട അഭിലാഷിന് കുറച്ചുകൂടി ഒരുപക്ഷെ ഈ 5 വർഷം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു ധാരണ അവരെടുത്തിട്ടുണ്ടാവും. അവർ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ മെച്ചമെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞങ്ങളുടെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ വയൽവാണിഭ ജനറൽ കമ്മിറ്റി എടുത്തു. അതുപോലെ പഞ്ചായത്ത് തലത്തിലുള്ള വയൽവാണിഭ കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിനുശേഷം ഇന്നത്തെ ദിവസം ദീപശിഖ വെളിയന്നൂർ ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് ദീപം കത്തിച്ച് ഇവിടെ നമ്മുടെ ഈ പാലച്ചോട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വെളിയന്നൂരിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ വെളിയന്നൂരും ഓമല്ലൂരും തമ്മിൽ പേരിൽ തന്നെ ഒരു സാമ്യമുണ്ട്. അതേപോലെ ഇന്ന് അവിടെ നമ്മൾ ചെന്നപ്പോൾ വെളിയന്നൂർ മണികണ്ഠൻ്റെ ക്ഷേത്രമാണ്. അതേപോലെ നമുക്കും ഉണ്ടായിരുന്ന ഒരു ഓമല്ലൂർ മണികണ്ഠൻ.
അതേപോലെ അവിടെയും കാർഷിക മേള നടക്കുന്നു, ഇവിടെയും കാർഷിക മേള നടക്കുന്നു. അതിനുപരി എനിക്കിന്ന് കിട്ടിയൊരു അസുലഭ ഭാഗ്യം എന്ന് പറയുന്നത് അവിടെ ഓമല്ലൂർ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തും ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശ സമിതിയും കൂടിയായിരുന്നു ഇന്ന് അവിടെ നമുക്കുള്ള സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നത്. ആ കാര്യത്തിൽ വരുമ്പോൾ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഓമല്ലൂർ ക്ഷേത്രത്തെ ഉപദേശ സമിതിയുടെ ജനറൽ സെക്രട്ടറിയും കൂടെ ആണ് ഞാൻ. എനിക്കങ്ങനെ ഈ രണ്ടിലും ഭാരവാഹിയായ ഒരാൾ എന്ന നിലയിൽ ഇന്നത്തെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതേപോലെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നമ്മളെ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മളെ തരിച്ചു കിടക്കുന്ന എല്ലാ ഭൂമികളും കൃഷിയോഗ്യമാക്കണമെന്നും, അതേപോലെ നമ്മുടെ ഓമല്ലൂർ കുറിഞ്ചാല് പോലുള്ള പാടത്തിന് നടുവിലുള്ള ഒരു ചാലുണ്ട്, അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ തോടുകളും എല്ലാം തന്നെ ശരിയാക്കി അവിടെയും കുറേ പാടശേഖരങ്ങളുണ്ട്. ആ പാടശേഖരങ്ങളിലെ എല്ലാം കൃഷിയോഗ്യമാക്കാനെ കൊണ്ട് ഈ വർഷം നമ്മൾ കാർഷിക ഫണ്ട് തന്നെ ഏറ്റവും കൂടുതലാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇന്ന് കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് പന്നിയുടെ ശല്യം. അതിനും നമ്മൾ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനെ കൊണ്ടുള്ള ഫണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും കാർഷിക മേഖലയെ ഒരിക്കലും നമുക്ക് ഓമല്ലൂരിനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ ആ ഓമല്ലൂരിൻ്റെ കാർഷിക പ്രൗഢി ഈ നടക്കുന്ന ഉത്സവം പോലെ തന്നെ ഓമല്ലൂരി എല്ലാവിധ കാർഷിക വിളകളും വിളയിച്ചെടുത്ത് അത് വേണ്ട പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാനെ കൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വർഷത്തെ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതുമായി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ ഈ ഒരു തറ കെട്ടി സംരക്ഷിച്ച് ഇവിടേക്ക് ഒരു വഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വർഷത്തെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. ഇതൊക്കെയാണ് നമ്മൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാർഷിക പദ്ധതികൾ. തീർച്ചയായും ഈ കാർഷിക മേള നിലനിർത്താനും അതിൻ്റെ പ്രൗഢി ഒന്നുകൂടെ മെച്ചപ്പെടുത്തത്തക്ക രീതിയിലുള്ള പദ്ധതികളായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എം.എൽ.എ മന്ത്രിയുമായിട്ടുള്ള വീണ ജോർജ് കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ഈ വയൽവാണിഭം ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഭരണസമിതിയോടും പറഞ്ഞതാണ്, നമുക്ക് വയൽവാണിഭത്തിന് ഉചിതമായ ഒരു സ്മാരകം പഞ്ചായത്ത് കമ്മിറ്റി സ്ഥലം കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓമല്ലൂർ പഞ്ചായത്തിൽ തന്നെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാം ഈ ധാരാളം പുറമ്പോക്കുകളുണ്ട്. ഇപ്പൊ ഈ ഒരു ഏലായിൽ തന്നെ ധാരാളം പുറമ്പോക്കുകളുണ്ട്. 2 സെന്റ് 3 സെന്റ് 5 സെന്റ് ഒക്കെ പുറമ്പോക്കുകളുണ്ട്. ഈ പുറമ്പോക്കുകൾ കണ്ടെത്തി ഇപ്പോഴത്തെ സർവേ പ്രകാരം അതൊന്ന് അടയാളപ്പെടുത്തി പഞ്ചായത്ത് കമ്മിറ്റി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ സർക്കാരിന്റെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അടുത്ത ഒരു 50 വർഷക്കാലം അല്ലെങ്കിൽ 100 വർഷക്കാലം ഈ തലമുറയ്ക്ക് ഇതിന്റെ ഒരു സ്മരണ നിലനിർത്തുന്ന ഒരു സ്മാരകം സർക്കാരിന്റെ വകയായി സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങളെല്ലാവരും കൂടെ മിനിസ്റ്ററെ വിളിക്കാൻ ചെന്നപ്പോഴും മിനിസ്റ്റർ പറഞ്ഞത്, നിങ്ങൾ സ്ഥലം കണ്ടെത്തി തരാമെങ്കിൽ സ്മാരകം പണിയാനുള്ള എല്ലാ ബാക്കി കാര്യങ്ങളും ഞാൻ ചെയ്തോളാമെന്നാണ്. പക്ഷെ ഇതുവരെ സ്ഥലം കണ്ടെത്തി കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും അടുത്ത വയൽവാണിഭത്തിന് മുമ്പെങ്കിലും ഈ സ്ഥലം കണ്ടെത്തി കൊടുക്കുകയും, ഇപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ വഴി തന്നെ 2 സൈഡും കെട്ടി മനോഹരമാക്കി ഇതൊരു നല്ല വഴിയായി ഇത് ഇങ്ങോട്ട് ആയി കഴിയുമ്പോൾ തന്നെ ഇതൊരു സ്മാരകമായി മാറുന്ന ചില ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പുതിയ പഞ്ചായത്ത് കമ്മിറ്റിയും മുന്നോട്ട് പോകും എന്നാണ് സംഘാടക സമിതിയുടെ ഒരു കൺവീനർ എന്ന രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു 5 വർഷത്തിന് മുമ്പ് ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ജിക്പാക് എന്ന കമ്പനിയെ കൊണ്ട് വയൽവാണിയുമായി ബന്ധപ്പെട്ട് 2 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ 2 മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയതല്ലാതെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല. അത് ഒരു മാസ്റ്റർ പ്ലാൻ നമുക്കിവിടെ ഒരു ബൈപ്പാസ് ഉൾപ്പെടെ വരത്തക്ക രീതിയിലുള്ള വിശാലമായ ഒരു മാസ്റ്റർ പ്ലാനും, മറ്റൊന്ന് നമുക്ക് അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ മാസ്റ്റർ പ്ലാൻ. നമ്മുടെ ഭരണസമിതിക്ക് ഒരു കണക്കൂട്ടലുണ്ട്. ആ ചെറിയ മാസ്റ്റർ പ്ലാനെങ്കിലും നമുക്കിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണമെന്ന കാഴ്ചപ്പാടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, എല്ലാ ആശംസകളും നമ്മുടെ ഈ പുതുതലമുറയ്ക്ക് അത് കൈമാറാൻ പറ്റുന്ന തരത്തിലുള്ള സ്മാരകം നിർമ്മിക്കുന്നതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പ്രത്യേകമായി 2 പേരെ പരിചയപ്പെടുത്താനുണ്ട്. ഇവ 2 ചെറുപ്പക്കാർ ഇന്ന് രാവിലെ മുതൽ വെളിനല്ലൂർ മുതൽ നമ്മളോടൊപ്പം വരികയാണ്. നാളെയുമുണ്ട്. ഇദ്ദേഹം ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ MA സോഷ്യൽ സയൻസ് റിസർച്ച് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം ഓമല്ലൂർ വയൽവാണിഭമാണ്. അദ്ദേഹം അപ്പോൾ എന്നെ വന്ന് കണ്ടു. എനിക്കറിയാവുന്നത് ഞാൻ വായിച്ചതുമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓമല്ലൂരിൻ്റെ വയൽവാണിഭത്തിൻ്റെ മുഴുവൻ പാരമ്പര്യവും തേടി ഇവർ 2 പേരും കൂടി വിദ്യാർത്ഥികളാണ്. അദ്ദേഹം M.Ed വിദ്യാർത്ഥിയാണ്, ഇത് MA വിദ്യാർത്ഥിയാണ്. അപ്പോൾ മാത്യു എന്നാണ് പേര്. മോൻ്റെ പേര് എനിക്ക് ടൈറ്റസ്. മോൻ ഇടുക്കിക്കാരനാണ്. അവരത്രയും ദൂരത്ത് നിന്ന്
അതെ. ഇത് പിന്നെ നരിയാപുരത്ത് ആണ് ഈ മോന്റെ വീട്. ഈ മോൻ ഇടുക്കിയിലാണ്. ഇവർ രണ്ടുപേരും കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഈ പുതിയ തലമുറയുടെ വിഷൻ എന്താണെന്നുള്ളത് കൂടെ ഒന്ന് എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വയൽവാണിഭത്തിന്റെ ചരിത്രത്തെ പറ്റിയും ഐതിഹ്യത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് അല്ലെ അനുഭവം എന്താണെന്ന്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം സജൻ സാറിൻ്റെ അടുത്താണ് വന്ന് എത്തുന്നത്. അപ്പം സാറ് എനിക്ക് വ്യക്തമായിട്ട് ഇതിനൊരു 600-700 വർഷത്തിലധികം പഴക്കമുണ്ടെന്നും അപ്പം അതിവിടെ ഓമല്ലൂരും 2 ദേശങ്ങൾ, ഓമല്ലൂരും വെളിയനെല്ലൂരും തമ്മിലുള്ള ഒരു സംയുക്തമായിട്ട് നടത്തുന്ന ഒരു വയൽവാണിഭമാണെന്ന് സാർ എനിക്ക് പറഞ്ഞു തന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു. അപ്പം ഒരു MA ഹിസ്റ്ററി വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഈ മിത്തുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഈ 2 ദേശങ്ങളും ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു. അതിപ്പോഴും അത്രയും വർഷം തൊട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും ഇപ്പോഴും എന്താണ് അതിനെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളൊരു ഒരു ഘടന എന്ന രീതിയിൽ പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായി. അതുകൊണ്ടാണ് വ്യത്യസ്തമായി തോന്നുന്നത്. രാവിലെ തൊട്ട് ഞാൻ ഇന്ന് 6 മണിക്കെങ്ങാണ്ട് സാറിൻ്റെ കൂടെ പോയതാണ്. 6 മണി തൊട്ട് ഇങ്ങനെ ഓരോ ആ ദേശത്തിലുള്ള ആൾക്കാരിങ്ങനെ വരവേൽക്കുന്നതും പല ആചാരങ്ങളും അവിടുത്തെ അമ്പലത്തിലുള്ള ആചാരങ്ങളും ഇവിടുത്തെ സാമ്യതയും എല്ലാം കുറേ അധികം പഠിക്കാനും പറ്റി. ഒരു ദിവസം കൊണ്ട് ഇനിയിപ്പോൾ നാളെയുണ്ട്, നാളെയും കൂടുതൽ പഠിച്ച് നല്ലൊരു റിസർച്ച് ടോപ്പിക്കാക്കി എടുക്കണമെന്നാണ് ആഗ്രഹം. അത് ഒരു അവിടുത്തെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ, എങ്ങനെ? വളരെ നല്ല അനുഭവമായിരുന്നു. ഒരു ഇപ്പൊ ഈ ആധുനിക ലോകത്ത് ഇപ്പൊ എല്ലാവരും ടെക്നോളജിയും കാര്യങ്ങളെല്ലാം തേടി പോകുന്നത് കൊണ്ടും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊരു പ്രകൃതിയിലായിട്ട് ഇണങ്ങി ആൾക്കാരുകൾ ജീവിച്ച് ഒരു ഉത്സവം എന്ന രീതിയിൽ കൊണ്ടാടുന്നത് പറയുന്ന ഒരു വളരെ നല്ലൊരു അനുഭവമാണ്. അത് കാർഷിക മേഖലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാര് ഇപ്പം കടന്നു വരുന്നില്ല, അല്ലെ? അത് വളരെ വിരളമാണ്. പ്രത്യേകിച്ച് പുതുതലമുറയിൽപ്പെട്ടവര് കാർഷിക വൃത്തിയിലോട്ട് ഇറങ്ങുമ്പോൾ അവര് സമൂഹത്തിലൊരു ലോ ക്ലാസ് ആൾക്കാരായിട്ട് കാണുന്ന ഒരു അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് നല്ല ഇൻകം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ സമൂഹത്തിൽ അത്രയും നല്ലൊരു വില കിട്ടുന്നില്ല. അല്ല, ഒരു വലിയ പോരാഴിയാണ്. അപ്പം പ്രത്യേകിച്ച് ഒരു വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുമ്പോൾ ജോലി എന്താണെന്നൊക്കെ. അപ്പം അതുകൊണ്ട് പുതിയ ചെറുപ്പക്കാരൊന്നും ഈ ഒരു മേഖലയിലേക്ക് വരുന്നില്ല. ഇനിയൊരു കുറെ കഴിയുമ്പോഴത്തേക്ക് ഇത്തരം മേളകളുടെ ഒരു ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്, അല്ലയോ? അങ്ങനെ ഒരു ഉണ്ട്. അപ്പൊ നമുക്കിത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനൊരു ചെറുപ്പക്കാരൻ എന്ന നിലയിലും ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്ന നിലയിലും എന്തെങ്കിലും ഒരു നിർദ്ദേശമോ അതിലൊക്കെ വയ്ക്കാനുണ്ടോ? നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും വരുമാനം, പൈസ ഇതൊക്കെയാണ് മെയിൻ. അപ്പം എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യം എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കൃഷി എന്ന ഒരു നമ്മുടെ കേരളം എന്ന് പറയുന്നത് തന്നെ ഉണ്ടായി വരുന്നത് തന്നെ കൃഷി കാര്യങ്ങളും എല്ലാം കൊണ്ടുമാണ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാനും നല്ലൊരു മേഖലയും കൂടെയാണ്. അപ്പം ഈ വിദേശത്ത് പോകുന്നതിലും അധികം ഇവിടെ തന്നെ സോഴ്സുകൾ നമുക്കുണ്ട്, വളരെയധികം സോഴ്സുകളുണ്ട്. ഇപ്പൊ ഇതൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കൃഷി ചെയ്യാനുള്ള അധികാരവും ഇതെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു പുരോഗമനം എന്ന രീതിയിൽ എല്ലാവരും ഒന്ന് മൈൻഡ് സെറ്റ് മാറ്റി നോക്കി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, പുതിയ തലമുറയ്ക്കാണെങ്കിലും എല്ലാം. നമ്മളിപ്പോ ആഹാരം മറ്റു ഇങ്ങനെ കാര്യങ്ങൾ എന്തായാലും കൃഷിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ആഹാരം മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നതിലും അധികം അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ സാമൂഹികമായിട്ട് തന്നെ ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയുണ്ടെന്ന്. അതിപ്പം നമ്മളിപ്പോ വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്ലംബർ വന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ വന്നു, അവരെ ടെക്നീഷ്യനായിട്ടാണ്. വിദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പണി അവിടെ ചെയ്യും. അല്ല, ഇവിടെ വരുമ്പോഴത്തേക്കിനാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ലോ പ്രൊഫൈലുള്ള ജോലി. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അതെ, സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, ഒരു ടെക്നീഷ്യൻ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെ ഒരു പ്ലംബർ ചെന്ന് കഴിഞ്ഞാൽ അവനെ ടെക്നീഷ്യനായിട്ടാണ്, ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് അവിടുത്തെ സമൂഹം കാണുന്നത്. അപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. അല്ല, പ്ലംബർ ആണെന്നുണ്ടെങ്കിൽ പ്ലംബർ ഒരു പറച്ചിൽ തന്നെ എന്തോ ഒരു കുറവ് പോലാണ്. അപ്പം ഈ കാർഷിക മേഖല നമുക്ക് എന്തായാലും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ കാട്ടുപന്നിയുടെ ശല്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയെ നേരിടുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ഇല്ലേ? ഓക്കെ, താങ്ക്സ്. പേര് ഒന്ന് പറഞ്ഞിട്ട്. മാത്യു പി തോമസ്. ഇവിടെ അടുത്ത് പത്തനംതിട്ട നെരിയാപുരത്താണ് വീട്.
എൻ്റെ പേര് ടൈറ്റസ്. എൻ്റെ വീട് ഇടുക്കിയിൽ നിന്നാണ്. അപ്പം എൻ്റെ റിസർച്ചിനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ കൂടെ ഇന്ന് സഞ്ചരിച്ചത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെളിയനല്ലൂരും ഓമല്ലൂരും സ്ഥലത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റിയൊരു സന്തോഷം. നല്ലൊരു വന്നതിൽ എനിക്ക് നല്ലോണം ഇവിടുത്തെ കാര്യങ്ങൾ, പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ഐതിഹ്യമുണ്ട്, ഇങ്ങനെ ഒരു വാണിഭം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഈ കൃഷി കുറച്ചും കൂടി നല്ലോണം റെഡിയാക്കി എടുക്കാനുണ്ട്. അവിടെ വെളിയനല്ലൂരിലും വയലെന്ന് പറഞ്ഞ് പോയിട്ട് വയലുകൾ ഇല്ലാത്ത അവസ്ഥയാണ്. ഫുള്ള് റബ്ബറും കാര്യങ്ങളുമാണ് ഇരിക്കുന്നത്. അതേപോലെയാണ് ഇവിടെയും വയലെന്ന് പറഞ്ഞു വരുമ്പം ഇവിടെയും വയലില്ല. എന്നാൽ നമ്മളെ ചെറുപ്പക്കാര് ഇനിയും ബോധവൽക്കരണം കൊടുത്ത് ഇത് കൃഷി എന്ന് പറയുന്ന ഒരു ലോ പ്രൊഫൈൽ ജോലിയല്ല എന്ന് തീരുമാനിച്ച് അത് ഒരു നല്ല ഒരു ജോലിയായിട്ട് കണക്കാക്കി അതൊരു പ്രസ്റ്റീജിയസ് ജോലിയാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ഇനിയും കൃഷിയിലോട്ട് ഇറങ്ങി കുറേ ഓർഗാനിക് ആയിട്ടുള്ള നെല്ലും ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സും കൊടുക്കാനായിട്ട് മുൻവരണമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു.